എക്സാമിന് ഉണ്ടാവുക കേട്ടോ. So last class we were discussing on RLC series circuit. അപ്പോൾ നമ്മൾ ഒന്ന് റീകളക്ട് ചെയ്യാം. റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഇത് ഓരോന്നും എ സി ഇൻപുട്ടിനെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ RL സീരീസ് സർക്യൂട്ട് കണ്ടു, RC സീരീസ് സർക്യൂട്ട് കണ്ടു. ആ രണ്ടിൻ്റെയും കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കി. അതിനുശേഷം നമ്മളൊരു RLC സീരീസ് സർക്യൂട്ട് കണ്ടു. ആറും എല്ലും സിയും കൂടെ ഉള്ളൊരു സീരീസ് സർക്യൂട്ട്. അതിൻ്റെ നമ്മൾ മെയിനായിട്ടുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു ഇന്നലെ. അതുകൂടാതെ തന്നെ അതിൽ 3 കണ്ടീഷൻസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലേ. അതിനകത്ത് കപ്പാസിറ്ററും ഇൻഡക്ടറും ഉള്ളതുകൊണ്ട് കപ്പാസിറ്റീവ് ഇൻഡക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഒന്നെങ്കിൽ XL ഗ്രേറ്റർ ദാൻ XC ആവാം, അല്ലെങ്കിൽ XL ലെസ് ദാൻ XC ആവാം, അല്ലെങ്കിൽ XL ഈക്വൽ ടു XC ആവാം. ആ 3 കണ്ടീഷനിലും 3 രീതിയിലായിരിക്കും നിങ്ങളുടെ സർക്യൂട്ട് ബിഹേവ് ചെയ്യാന്ന് കണ്ടു. XL ഗ്രേറ്റർ ദാൻ XC ആണെങ്കിൽ നിങ്ങളുടെ സർക്യൂട്ട് മോർ ഇൻഡക്റ്റീവ് ആയിരിക്കും. XL ലെസ് ദാൻ XC ആണെങ്കിൽ മോർ കപ്പാസിറ്റീവ് ആയിരിക്കും. XL ഈക്വൽ ടു XC ആണെങ്കിൽ പ്യുവർലി റെസിസ്റ്റീവ് ആയിരിക്കും. അപ്പം അതനുസരിച്ച് ഇമ്പിഡൻസിൻ്റെ ചെറിയ ചെറിയ എക്സ്പ്രഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് കണ്ടു. ആ ഓരോ സമയത്തും എങ്ങനെയാണ് നിങ്ങളുടെ വെക്റ്റർ ഫേസർ ഡയഗ്രാം എന്നുള്ളതും കണ്ടു. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വി വിൽ ഡു എ പ്രോബ്ലം ഓൺ ദാറ്റ്. ആ പ്രോബ്ലം ചെയ്തതിന് ശേഷം നമ്മൾ പാരലൽ RLC സർക്യൂട്ടാണ് കാണാൻ പോകുന്നത്. ഓക്കെ, എല്ലും സിയും പാരലൽ ആയിട്ടുള്ള സർക്യൂട്ട്, അതും കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അത്രയും വരെയാണ് നമുക്ക് ഫസ്റ്റ് സീരീസ് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ സീരീസ് എക്സാമിന് ഞാൻ നമ്മുടെ മോഡൽ പേജിനകത്ത് ഞാനെൻ്റെ PPT ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും ഇന്ന്. അതുകൂടാതെ തന്നെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ സീരീസിന് വേണ്ടി ഉള്ള മെയിൻ ഭാഗങ്ങൾ ഏതൊക്കെയാണോ അത് മാത്രമായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ യു ക്യാൻ യൂസ് ദാറ്റ് മെറ്റീരിയൽ. പിന്നെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലെക്ചേഴ്സ്, ഓരോ ഡേറ്റിൻ്റെയും വീഡിയോ ലെക്ചേഴ്സ് മോഡലിൽ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, പിന്നെ എക്സാമിന് പാറ്റേൺ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 6 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നെ 8 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 7 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അതിനകത്ത് പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം മെയിൻ എക്സാമിനേഷനാണെങ്കിലും അതായത് ഫൈനൽ ബോർഡ് എക്സാമിനേഷനാണെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ സീരീസ് എക്സാമിനും നിങ്ങൾക്ക് പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ പ്രോബ്ലംസ് നോക്കിയിട്ട് വരണം, അതുപോലെ തന്നെ ഇതിൻ്റെ തിയറിയും നോക്കിയിട്ട് വരണം. സോ ദിസ് ഈസ് ദി സമ്മറി ഓഫ് ദി AC സർക്യൂട്ട്, ഓഫ് ഓൾ ദി AC സർക്യൂട്ട്സ്. റെസിസ്റ്റൻസ് മാത്രമാണെങ്കിൽ വാല്യൂ ഓഫ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 6, കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആണ്. അപ്പോൾ ഫേസ് ആംഗിൾ 0, പവർ ഫാക്ടർ 1. ഇൻഡക്റ്റൻസ് മാത്രമാണെങ്കിൽ ഇമ്പിഡൻസിൻ്റെ വാല്യൂ ωL, അവിടെ കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യും വോൾട്ടേജിനെ, പവർ ഫാക്ടറിൻ്റെ വാല്യൂ 0. കപ്പാസിറ്റൻസ് മാത്രമാണെങ്കിൽ വാല്യൂ ഓഫ് ഇമ്പിഡൻസ് XC ആണ്, 1/ωc ആണ്, അവിടെ കറണ്ട് 90 ഡിഗ്രി ലീഡ് ചെയ്യും, അവിടെയും പവർ ഫാക്ടർ 0. കാരണം പ്യുവർ ഇൻഡക്ടറും പ്യുവർ കപ്പാസിറ്ററിനും cos 90 കാണുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ 0 കിട്ടും. കാരണം cos 5 ആണല്ലോ നമ്മുടെ പവർ ഫാക്ടർ. ഈ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കൂടെയാണെങ്കിൽ നമ്മൾ കണ്ടു ഇമ്പിഡൻസ് എന്ന് പറയുന്നത് √R² + ωL² ആണ്. അപ്പോൾ അവിടെ ഫേസ് കറണ്ട് എന്ന് പറയുന്നത് ലാഗ് ചെയ്യും, പക്ഷേ 90 ഡിഗ്രി ലാഗ് ചെയ്യില്ല. 0ക്കും 90ക്കും അക്രോസ് ഉള്ള ഒരു 0ക്കും 90ക്കും ഉള്ളിലുള്ള ഒരു ആംഗിളിലായിരിക്കും കറണ്ട് ലാഗ് ചെയ്യുന്നത്. അപ്പം റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും എന്ന് പറയുമ്പോൾ അത് ഇൻഡക്റ്റീവ് സർക്യൂട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കറണ്ട് എന്തായാലും ലാഗ് ചെയ്യും, പക്ഷേ പ്യുവർ ഇൻഡക്റ്റൻസിനെ പോലെ 90 ഡിഗ്രി ലാഗ് ചെയ്യില്ല. 90 ഡിഗ്രിക്കും 0ക്കും ഇടയ്ക്കുള്ള ഒരു ആംഗിളിലായിരിക്കും ലാഗ് ചെയ്യുന്നത്. പവർ ഫാക്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. കാരണം cos 5ന്റെ വാല്യൂ അല്ലേ, cos 5ന്റെ വാല്യൂ 5 0ക്കും 90ക്കും അക്രോസ് ആയതുകൊണ്ട് cos 5ന്റെ വാല്യൂ 1നും 0ക്കും അക്രോസ് ആയിരിക്കും. RL സർക്യൂട്ട് ആയതുകൊണ്ട് പവർ ഫാക്ടർ ലാഗിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിയത് റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ആണെങ്കിൽ ഇമ്പിഡൻസ് എന്തായിരിക്കും? √R² + XC², അല്ലെങ്കിൽ √R² + 1/ωc². ഇവിടെയും ഫേസ് ആംഗിളിന്റെ വാല്യൂ 0ക്കും 90ക്കും ഇടയിലായിരിക്കും. ഇതൊരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയതുകൊണ്ട് കറണ്ട് എപ്പോഴും ലീഡ് ചെയ്യും, പക്ഷേ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലെ പോലെ 90 ഡിഗ്രി ലീഡ് ചെയ്യില്ല, 90 ഡിഗ്രിനേക്കാളും കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പവർ ഫാക്ടറിന്റെ വാല്യൂ 1ന്റെയും 0ക്കും അക്രോസ് ആയിരിക്കും. ഓക്കെ, ഇനി RLC സർക്യൂട്ട് ആണെങ്കിലോ വാല്യൂ ഓഫ് ഇംപെഡൻസ് ഈസ് √R² + XL - XC², അതായത് ωL - ωc².
ഇവിടെയും നിങ്ങളുടെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് 0-90ക്കും അക്രോസ് ആയിരിക്കും. അത് ഒന്നെങ്കിൽ ലാഗ് ചെയ്യും അല്ലെങ്കിൽ ലീഡ് ചെയ്യും. എന്താ കണ്ടീഷൻ? എക്സലിനാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറണ്ട് ലാഗ് ചെയ്യും. 0-90ക്കും അക്രോസ് ഉള്ളൊരു ആംഗിളിൽ ലാഗ് ചെയ്യും. എക്സി ഗ്രേറ്റർ ദാൻ എക്സൽ ആണെന്നുണ്ടെങ്കിൽ 0-90ക്കും അക്രോസ് ഉള്ള ഒരു ആംഗിളിൽ കറണ്ട് ലീഡ് ചെയ്യും. പവർ ഫാക്ടറും അതുപോലെ തന്നെയാണ്. 0-1നും അക്രോസ് ഉള്ള ഒരു വാല്യൂ ആയിരിക്കും. അതും ലാഗ് ചെയ്യുകയോ ലീഡ് ചെയ്യുകയോ ചെയ്യും, ഡിപ്പെൻഡിങ് ഓൺ വെദർ എക്സൽ ഈസ് ഗ്രേറ്റർ ദാൻ എക്സി ഓർ എക്സൽ ഈസ് ലെസ് ദാൻ എക്സി. അപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ എ സി സർക്യൂട്ട്സിൻ്റെയും സീരീസ് എ സി സർക്യൂട്ട്സിൻ്റെയും സമ്മറിയാണത്. സോ നൗ വി ക്യാൻ സീ എ പ്രോബ്ലം ഓൺ ആൻ ആർ എൽ സി സർക്യൂട്ട്. ഇതുപോലത്തെ സിമിലർ പ്രോബ്ലം നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ സീരീസ് ആർ എൽ സി സർക്യൂട്ട് ആണ്. റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 12 ഓംസ് ആണ്. ഇൻഡക്ടൻസിന്റെ വാല്യൂ 0.15 ഹെൻറി ആണ്. കപ്പാസിറ്റൻസ് 100 മൈക്രോ ഫാരഡ് ആണ്. സീരീസ് കണക്ട് ചെയ്തിരിക്കുന്നു. അത് കണക്ട് ചെയ്തിരിക്കുന്ന സപ്ലൈ എത്രയാണ്? 100 വോൾട്ട്, അതായത് RMS വാല്യൂ 100 ആണ്. 50 ഹെർട്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇമ്പിഡൻസ് കാണണം, അതായത് ഇസഡ് കാണണം, കറണ്ട് കാണണം. കാരണം മൂന്നിൽ കൂടെ പോകുന്ന കറണ്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് ഒറ്റ കറണ്ടിന്റെ വാല്യൂ ഉള്ളൂ, ആ കറണ്ടിന്റെ വാല്യൂ കാണണം. പിന്നെന്താ ഉള്ളത്? വോൾട്ടേജ് അക്രോസ് ആർ, അതായത് VR കാണണം, VL കാണണം, VC കാണണം. പവർ ഫാക്ടർ കാണണം. പവർ ഫാക്ടർ കാണണമെങ്കിൽ ആദ്യം ഫൈ എന്താന്നുള്ളത് കാണണം. ഫൈ കണ്ടുപിടിച്ച് കഴിഞ്ഞ് cos ഫൈ കണ്ടുപിടിച്ചാൽ പവർ ഫാക്ടർ ആയി. ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. തന്നിരിക്കുന്ന വാല്യൂവിനെ എടുത്തെഴുതി. ആറിന്റെ വാല്യൂ 12 ഓം, ഇൻഡക്ടൻസ് 0.15 ഹെൻറി, കപ്പാസിറ്ററിന്റെ വാല്യൂ 100 മൈക്രോ ഫാരഡ്. ഇപ്പൊ എല്ലും സിയും നമുക്ക് അറിയുന്നത് കൊണ്ട് നമുക്ക് എക്സ് എല്ലും കണ്ടുപിടിക്കണം, എക്സ് സിയും കണ്ടുപിടിക്കണം. എക്സ് എൽ എന്ന് പറഞ്ഞാൽ ഒമേഗ എൽ, അതായത് 2πfl. 2 ഇൻറ്റു 3.14 ഇൻറ്റു, അവിടെ ഫ്രീക്വൻസി എഴുതാൻ മറന്നു പോയിട്ടുണ്ട്. ഇറ്റ് ഈസ് 50. ഫ്രീക്വൻസി ഈസ് 50, അതിന് എഴുതാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പം അതും കൂടി അതിൽ കൺസിഡർ ചെയ്യണം. സോ 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഹെർട്സ് അല്ലേ, 50 ഇൻറ്റു 0.15, അപ്പോൾ 47.1 ഓം കിട്ടും. എക്സ് സി എന്ന് പറയുന്നത് 1/2πfc. അപ്പം 1/2 ഇൻറ്റു പൈൻ്റെ വാല്യൂ 3.14, അവിടെയും ഞാൻ 50 എഴുതാൻ മറന്നു പോയിട്ടുണ്ട്. 50 ഇൻറ്റു 100 മൈക്രോ ഫാരഡ്, 100 ഇൻറ്റു 10⁻⁻⁶. അപ്പോൾ എക്സ് സിൻ്റെ വാല്യൂ 31.85 കിട്ടി. അപ്പം നമുക്കറിയാം എക്സ് എൽ റിയാക്ടൻസ് ആണ്, എക്സ് സിയും റിയാക്ടൻസ് ആണ്. റിയാക്ടൻസിന്റെ യൂണിറ്റ് ഒമേഗയാണ്. ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ഹെൻറി, കപ്പാസിറ്ററിന്റെ യൂണിറ്റ് ഫാരഡ്. അപ്പൊ എക്സ് എല്ലും കിട്ടി, എക്സ് സിയും കിട്ടി, ആറും കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇസഡ് കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ആർ എൽ സി സർക്യൂട്ടിനകത്ത് എനിക്ക് 3 കോമ്പിനേഷൻ വരാം. എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി വരാം, എക്സ് എൽ ലെസ് ദാൻ എക്സ് സി വരാം, എക്സ് എൽ ഈക്വൽ ടു എക്സ് സി വരാം. അപ്പോൾ ഇവിടെ എക്സ് എല്ലിന്റെ വാല്യൂ 47.1ഉം എക്സ് സിന്റെ വാല്യൂ 31.85ഉമാണ്. അപ്പോൾ എക്സ് എല്ല് എക്സ് സിനേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് നിങ്ങളുടെ സർക്യൂട്ട് ഇൻഡക്റ്റീവ് ആണ്. അപ്പം നിങ്ങളുടെ ഫൈ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുമ്പോൾ കറണ്ട് ലാഗ് ചെയ്യും. ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയതുകൊണ്ട്, കമ്പാരിറ്റീവ്ലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയതുകൊണ്ട് കറണ്ട് വിൽ ലാഗ് ദ വോൾട്ടേജ്. അപ്പോൾ എത്രയാണ് അത് എന്നുള്ളത് നമുക്ക് ഫൈ വെച്ച് കണ്ടുപിടിക്കാം. അതിന് മുന്നേ നമുക്ക് ഇസഡ് കണ്ടുപിടിക്കാം. ഇസഡ് എന്ന് പറയുന്ന √r² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. കാരണം എന്താ? XL കൂടുതലാണ്. √r² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 12, XL നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ 47.1, XCയും നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ 31.85. അപ്പോൾ അത് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിയുമ്പോൾ 19.4 ഓംസ് എന്ന്. അപ്പം ഫസ്റ്റത്തെ നമ്മൾ കണ്ടുപിടിച്ചു ഇമ്പിഡൻസ്. ഇപ്പം ഇമ്പിഡൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം, എളുപ്പമാണ്. കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ ഇമ്പിഡൻസ് ആണ്. അപ്പോൾ I = V/Z. നമ്മൾ തന്നിട്ടുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് 100 വോൾട്ട് ആണ്. അപ്പോൾ 100 വോൾട്ട് ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ് നമ്മൾ കണ്ടുപിടിച്ചു 19.4. അപ്പോൾ 100/19.4, കറണ്ടിന്റെ വാല്യൂ 5.15 ആംപിയർ കിട്ടി. അപ്പോൾ രണ്ടാമത്തെ കിട്ടി കറണ്ട്. അപ്പോൾ കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ? വോൾട്ടേജ് അക്രോസ് ആറും എല്ലും സിയും കാണാൻ എളുപ്പമാണ്. കാരണം നമുക്കറിയാം VR എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്, VL എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു XL ആണ്, VC എന്ന് പറഞ്ഞാൽ I ഇൻറ്റു XC ആണ്. അപ്പോൾ അത് മൂന്നും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. VR = I ഇൻറ്റു R. I ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു 5.15. R തന്നിട്ടുണ്ട് 12 ഓംസ്, മൾട്ടിപ്ലൈ ചെയ്തു 61.8 വോൾട്ടിന് കിട്ടി. 61.8 വോൾട്ട്. VL എന്ന് പറഞ്ഞാൽ I ഇൻറ്റു XL ആണ്. I എന്ന് പറഞ്ഞാൽ 5.15, XL എന്ന് പറഞ്ഞാൽ 47.1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്.
രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാം, 242.5 വോൾട്ട് കിട്ടി. അതുപോലെ വി സി കണ്ടുപിടിക്കാം, ഐ ഇൻറ്റു എക്സ് സി 5.15 ഇൻറ്റു 31.85. എക്സ് സി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ 164 വോൾട്ട്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യനും കണ്ടുപിടിച്ചു, വി ആർ കണ്ടുപിടിച്ചു, വി എൽ കണ്ടുപിടിച്ചു, വി സി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പവർ ഫാക്ടർ ആണ്. പവർ ഫാക്ടർ കാണണമെങ്കിൽ ഫൈ കാണണം. ഫൈ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് നേരിട്ട് കോസ് ഫൈ കാണാം. കോസ് ഫൈ ഈസ് ഗിവൺ ആസ് ആർ ബൈ ഇസഡ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ 12 ആണ്, ഇസഡ് നമ്മൾ കണ്ടുപിടിച്ചത് 19.4 ആണ്. അപ്പോൾ 0.618 എന്ന് കിട്ടി പവർ ഫാക്ടർ. ഇത് ലാഗിങ് ആണ്. എന്താ കാരണം? അത് മാത്രമാണ് തെറ്റിപ്പോകാൻ പാടില്ലാത്തത്. എക്സലിൻ്റെ വാല്യൂ എക്സിനേക്കാളും കൂടുതലാണെങ്കിൽ പവർ ഫാക്ടർ ലാഗിങ് ആയിരിക്കും. എക്സിയുടെ വാല്യൂ ആണ് എക്സലിനേക്കാളും കൂടുതൽ എന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ ലീഡിങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സൽ നമുക്ക് എക്സിനേക്കാളും കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ലാഗിങ് ആയിരിക്കും. ഇനി ഫേസ് നമുക്ക് എന്ത് വരയ്ക്കണം? ഫേസർ ഡയഗ്രാം വരയ്ക്കണം. ഫേസർ ഡയഗ്രാം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈ വേണം. അപ്പോൾ ഫൈ കാണുമെങ്കിൽ എന്ത് ചെയ്യുക? കോസ് ഫൈ ഓൾറെഡി നമുക്ക് കിട്ടി, 0.618 എന്ന് കിട്ടി. അപ്പോൾ ഫൈ എന്താ? കോസ് ഇൻവേഴ്സ് ഓഫ് 0.618. അപ്പോൾ 51.5 ഡിഗ്രി. നിങ്ങളുടെ ഫൈ എന്ന് പറയുന്നത് 51.5 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് വെക്ടർ ഫേസർ ഡയഗ്രാം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു ഡ്രോ ഫേസർ ഡയഗ്രാം. അപ്പോൾ വി നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഫേസർ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ എങ്ങനെ വരയ്ക്കും? ഇവിടെ നമുക്ക് വി ഉണ്ടാവും അല്ലേ, ഇവിടെ നമുക്ക് ഐ ഉണ്ടാവും, ഇവിടെ നമുക്ക് ഐ അല്ലേ. വി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? വി എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്ത വോൾട്ടേജ് 100 വോൾട്ട്, കറണ്ടിന്റെ വാല്യൂ 5.15. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ ഇത് 100, ഇത് 5.15. അപ്പൊ നമ്മൾ ഐ താഴേക്ക് വരയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡക്റ്റീവായി മാറി സർക്യൂട്ട്. അപ്പൊ കറണ്ട് ലാഗ് ചെയ്യും. ആ ലാഗ് ചെയ്യുന്ന ഫൈ നമ്മൾ കണ്ടുപിടിച്ചു. ഫൈ ഈസ് ഈക്വൽ ടു 51.5. 51.5. So this became your phasor diagram. അപ്പോൾ ഫേസർ ഡയഗ്രാം ചോദിച്ചാൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പൊ നമ്മുടെ സർക്യൂട്ടിൽ എക്സൽ കൂടുതലായതുകൊണ്ട് കറണ്ട് താഴെയായിരിക്കും, വോൾട്ടേജിന്റെ താഴെയായിരിക്കും, അതായത് ലാഗ് ചെയ്യും. അപ്പൊ ലാഗ് ചെയ്യുന്നത് എത്രയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈ ആണ് വേണ്ടത്. ഫൈ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം പവർ ഫാക്ടർ ആണ് കോസ് ഫൈ, വിച്ച് ഈസ് ആർ ബൈ സെഡ്. അത് കിട്ടിക്കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ ഫൈ ആയി. അപ്പോൾ 51.5. അപ്പോൾ ഫേസർ ഡയഗ്രാം ചോദിച്ചാൽ ഇതും കൂടി വരച്ചാൽ മതി. എനി ഡൗട്ട്സ്? Okay. So now from the series RC circuit, we can now see what is a parallel RC circuit. അപ്പോൾ അതിനകത്ത് നമുക്ക് സീരീസ് ആയിട്ടല്ല ഉണ്ടാവുക, പാരലൽ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു എക്സാമ്പിൾ സർക്യൂട്ട് അവിടെ വരച്ചിട്ടുണ്ട്. എല്ലും സിയും പാരലൽ. അപ്പോൾ എല്ലിന് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും, സിന് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് ഒരു പാരലൽ എ സി സർക്യൂട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വി എന്നൊരു വോൾട്ടേജ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ടായ ഐ എന്നൊരു കറണ്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യും. പക്ഷെ ഐ എന്ന കറണ്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ എനിക്ക് രണ്ട് പാത്തുണ്ട്. മുകളിൽ RL കൂടെ ഒരു പാത്തുണ്ട് കറണ്ടിന്, താഴെ RC കൂടെയും ഒരു പാത്തുണ്ട്. അപ്പൊ കറണ്ട് എന്ത് ചെയ്യും? കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് I1 എന്നൊരു കറണ്ട് മുകളിൽ കൂടെ ഫ്ലോ ചെയ്യും, I2 എന്ന കറണ്ട് താഴെ കൂടെ ഫ്ലോ ചെയ്യും. അത് വീണ്ടും അപ്പുറത്തെ അറ്റത്തെത്തുമ്പോൾ രണ്ടും കൂടെ വീണ്ടും ആഡ് ചെയ്യും. ടോട്ടൽ കറണ്ട് I തിരിച്ച് സപ്ലൈയിലേക്ക് തിരിച്ച് കയറി വരും. അപ്പൊ പാരലൽ AC സർക്യൂട്ടിൽ ഇങ്ങനെ ഉണ്ടാവുക, ഒരു RL ഉണ്ടാവും, ഒരു RC ഉണ്ടാവും. ഇത് രണ്ടും പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. അപ്പോൾ പാരലൽ സർക്യൂട്ടിനകത്ത് നമുക്കറിയാം സീരീസ് സർക്യൂട്ടിനകത്ത് കറണ്ട് സെയിം ആണ്, പക്ഷേ വോൾട്ടേജുകൾ ഡിഫറെന്റ് ആണ്. അപ്പൊ പാരലൽ സർക്യൂട്ടിൽ എങ്ങനെയായിരിക്കും? ഈ വോൾട്ടേജുകൾ സെയിം ആണ്, പക്ഷേ കറണ്ടുകൾ ഡിഫറെന്റ് ആയിരിക്കും.
അപ്പൊ നമ്മൾ ആർ ആൻഡ് എല്ലിന് അക്രോസ് ഒരു വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ അതേ വോൾട്ടേജ് തന്നെയായിരിക്കും ആർ ആൻഡ് സിക്ക് അക്രോസ് ഉണ്ടാവുക. അപ്പൊ ആ രണ്ട് ആർ എൽ കോമ്പിനേഷന്റെയും ആർ സി കോമ്പിനേഷന്റെയും അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആണ്, പക്ഷെ രണ്ടിൽ കൂടിയും പോകുന്ന കറണ്ടുകൾ ഡിഫറെന്റ് ആണ്. മുകളിൽ കൂടെ പോകുന്ന കറണ്ട് I1, താഴെ കൂടെ പോകുന്ന കറണ്ട് I2. So if two or more circuits are connected in parallel, the distribution of the current depends on the branch elements of each circuits. അത് നമുക്കറിയാം. അതായത് നമ്മൾ രണ്ട് റെസിസ്റ്ററുകൾ പാരലൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനനുസരിച്ചായിരിക്കും കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ റെസിസ്റ്ററിന്റെ വാല്യൂ കൂടുതലും മറ്റേ റെസിസ്റ്ററിന്റെ വാല്യൂ കുറവുമാണെങ്കിൽ കുറവ് റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള റെസിസ്റ്ററിലൂടെ കൂടുതൽ കറണ്ട് പോകും, കൂടുതൽ റെസിസ്റ്റർ വാല്യൂ ഉള്ള റെസിസ്റ്റൻസിലൂടെ കുറവ് കറണ്ട് പോകും. അതെന്തിനു വേണ്ടിയിട്ടാ? ആ രണ്ടിന്റെയും രണ്ടിനും അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആണ്. അപ്പൊ I ഇൻറ്റു ആർ എന്ന് പറയുന്നത് രണ്ടിലും സെയിം ആയിരിക്കണം. അപ്പൊ R കുറയുമ്പോൾ I കൂടും, R കൂടുമ്പോൾ I കുറയും. അപ്പൊ അതുപോലെ ഇത് അപ്ലിക്കബിൾ ടു എനി AC സർക്യൂട്ട് ആണ്. കറണ്ട് എന്ന് പറയുന്നത് ഓരോ പാത്തിൽ കൂടിയും പോകുന്ന കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ ആ കറണ്ടിന്റെ വാല്യൂ തീരുമാനിക്കുന്നത് ആ ബ്രാഞ്ചിനകത്തുള്ള സർക്യൂട്ട് എലമെന്റുകളാണ്. അപ്പൊ I1 എത്രയാണെന്ന് തീരുമാനിക്കുന്നത് ആറും എല്ലും ആണ്, അല്ലെങ്കിൽ R1 എല്ലും ആണ്. I2 എത്രയാണെന്ന് തീരുമാനിക്കുന്നത് R2 സിയും ആണ്. ഓക്കെ, സോ ഒരു കാര്യം നമുക്ക് പറയാനും പറ്റും, ടോട്ടൽ കറന്റ് ഈസ് ദ വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ കറന്റ്. ഇപ്പൊ റെസിസ്റ്ററുകൾ മാത്രമാണെങ്കിൽ അവിടെ വെക്ടർ സമ്മിന്റെ ആവശ്യം വരുന്നില്ല. R1 കൂടെ പോകുന്ന കറണ്ട് 1 ആംപിയർ, R2 കൂടെ പോകുന്ന കറണ്ട് 2 ആംപിയർ ആണെങ്കിൽ ടോട്ടൽ വന്ന കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ പ്ലസ് 2 ആംപിയർ, നേരിട്ട് നമുക്ക് 3 ആംപിയേഴ്സിന് എഴുതാൻ പറ്റും. പക്ഷേ ഇത് AC സർക്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ വോൾട്ടേജുകൾ എങ്ങനെ എഴുതിയത്? വോൾട്ടേജിനെ നമ്മൾ നേരിട്ട് ഓൾജിബ്രൈക് സം ആയിട്ടല്ല എഴുതിയത്, നമ്മൾ അതിനെ വെക്ടർ സം ആയിട്ടാണ് എഴുതിയത്, അല്ലെ? VR-ഉം VL-ന്റെയും വെക്ടർ സം ആണ് ടോട്ടൽ V എന്ന് എഴുതിയില്ലേ? എന്നിട്ട് നമ്മൾ എന്ത് എഴുതി? V ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL സ്ക്വയർ എന്ന് എഴുതി. അത് വെക്ടർ സം ആണ്. ഇവിടെ അതുപോലെ തന്നെയാണ്. I എന്ന് പറയുന്നത് I1-ന്റെയും I2-ന്റെയും ഓൾജിബ്രൈക് സം അല്ല. അതായത് I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 എന്ന് എഴുതാൻ പറ്റില്ല. I എന്ന് പറയുന്നത് എന്തായിരിക്കും? I1-ന്റെയും I2-ന്റെയും വെക്ടർ സം ആയിരിക്കും. I1 എന്ന് പറയുന്ന ഒരു ഫേസറാണ്, I2 എന്ന് പറയുന്നത് വേറൊരു ഫേസറാണ്. ഈ I1-ന്റെയും I2-ന്റെയും വെക്ടർ സം ആയിരിക്കും എന്റെ ടോട്ടൽ കറന്റ് ആയ I. So since the voltage is same for both the branches, the current in the each branch by governed by its power factor angle phi. അപ്പോൾ ഇതിന്റെ പവർ ഫാക്ടർ ആംഗിൾ എന്താണോ ആ പവർ ഫാക്ടർ ആംഗിൾ ആണ് തീരുമാനിക്കുന്നത്. ഈ വോൾട്ടേജ് എല്ലാത്തിനും സെയിം ആയതുകൊണ്ട് കറണ്ട് എന്തായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പവർ ഫാക്ടർ ആംഗിൾ ആണ്. കാരണം cos phi എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി R/Z ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പവർ ഫാക്ടർ ആണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. Now we can do the analysis of this. അപ്പൊ നമുക്ക് മുകളിലത്തെ ബ്രാഞ്ച് ഉണ്ട്. മുകളിലത്തെ ബ്രാഞ്ചിൽ എനിക്കുള്ളത് R1 എന്ന റെസിസ്റ്ററും L എന്ന ഇൻഡക്ടറും ആണ്. അപ്പം ആ ബ്രാഞ്ചിന്റെ ഇംപീഡൻസിനെ ഞാൻ Z1 എന്ന് വിളിച്ചു. അതായത് മുകളിലത്തെ I1 ഫ്ലോ ചെയ്യുന്ന ഇംപീഡൻസ്, അതായത് R ഇൻ സീരീസ് വിത്ത് L ഇല്ലേ, ഏറ്റവും മുകളിൽ വരച്ചിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ ഇംപീഡൻസിനെ, ആ ബ്രാഞ്ചിന്റെ ഇംപീഡൻസിനെ Z1 എന്ന് വിളിച്ചു. അപ്പൊ നമുക്ക് അതായത് സീരീസ് RL ആണ്. സോ ഇംപീഡൻസ് വിൽ ബി റൂട്ട് ഓഫ് R1 സ്ക്വയർ പ്ലസ് XL സ്ക്വയർ. അതുപോലെ രണ്ടാമത്തെ ബ്രാഞ്ചിൽ, അതിന്റെ താഴത്തുള്ള ബ്രാഞ്ച്, അതായത് ആറും സിയും കൂടി സീരീസ് ആയിട്ടുള്ള ബ്രാഞ്ചിനെ, അതായത് ബ്രാഞ്ച് ബിനെ, അതിന്റെ ഇംപീഡൻസിനെ ഞാൻ എന്ത് വിളിച്ചു? Z2 എന്ന് വിളിച്ചു. അത് നമുക്കറിയാം, ആറും സിയും കൂടെ സീരീസ് ആണ്. അപ്പൊ ടോട്ടൽ ഇംപീഡൻസ് എന്ന് പറയുന്നത് R സ്ക്വയർ പ്ലസ് XC സ്ക്വയർ എന്ന് വരും. ശരിയാണല്ലോ. അപ്പം Z1 കണ്ടുപിടിച്ചു, Z2 കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ I1 എന്തായിരിക്കും? ഈ നമ്മൾ അപ്ലൈ ചെയ്ത ടോട്ടൽ വോൾട്ടേജ് ഈ R ആൻഡ് സിക്ക് അക്രോസും R ആൻഡ് L അക്രോസും ഈക്വലിയായി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം എല്ലാ വോൾട്ടേജുകളും V ആണ്. R ആൻഡ് സിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ്, അപ്ലൈഡ് വോൾട്ടേജ് V ആണ്. R ആൻഡ് L അക്രോസ് ഉള്ള വോൾട്ടേജും അപ്ലൈഡ് വോൾട്ടേജ് V ആണ്. അപ്പം I1 എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇംപീഡൻസ്. അപ്പൊ ബ്രാഞ്ച് 1ന്റെ ഇംപീഡൻസ് Z1 ആണ്. അപ്പോൾ കറന്റ് ഇൻ ബ്രാഞ്ച് 1 എന്തായിരിക്കും? I1 വിൽ ബി ഈക്വൽ ടു അപ്ലൈഡ് വോൾട്ടേജ് V ഡിവൈഡഡ് ബൈ Z1 ആയിരിക്കും. അപ്പൊ സിമിലർലി കറന്റ് ഇൻ ബ്രാഞ്ച് 2 എന്തായിരിക്കും? I2 അതിന് R ആൻഡ് സിക്ക് അക്രോസും, അതായത് ആ Z2 അക്രോസ് ഉള്ള വോൾട്ടേജും V തന്നെയാണ്. അപ്പൊ V ഡിവൈഡഡ് ബൈ Z2, അതാണ് നിങ്ങളുടെ I2.
അപ്പൊ പവർ ഫാക്ടർ ഓഫ് ദ ബ്രാഞ്ച് 1 എന്താണ്? cos φ1 is R1 divided by Z1. നമുക്കറിയാം cos φ എന്ന് പറഞ്ഞാൽ R/Z ആണ്. ടോട്ടൽ ഇമ്പിഡൻസിൽ എത്ര എമൗണ്ട് ആണോ നിങ്ങളുടെ റെസിസ്റ്റൻസ്, ആ റേഷ്യോ ആണ് പവർ ഫാക്ടർ, R/Z. അപ്പോൾ താഴെയുള്ളത് ടോട്ടൽ ഇമ്പിഡൻസ്, മുകളിലുള്ളത് റെസിസ്റ്റൻസ്. അപ്പൊ R/Z ആയിരിക്കും നിങ്ങളുടെ cos φ. അപ്പൊ cos φ2 എന്തായിരിക്കും? R1 divided by Z2 ആയിരിക്കും. R1 divided by Z2 ആയിരിക്കും വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് 1 ഉള്ളത്, ബ്രാഞ്ച് 1 എന്ന് പറയുന്നത് ആറും എല്ലും ആയതുകൊണ്ട് അതിന്റെ പവർ ഫാക്ടർ ലീഡിങ് ആയിരിക്കും. താഴത്തെ ബ്രാഞ്ചിലുള്ളത് ആറും സിയും ആയതുകൊണ്ട് അതിന്റെ പവർ ഫാക്ടർ ലാഗിങ് ആയിരിക്കും. അപ്പൊ cos φ1 which is equal to R1 by Z1 will be leading. cos φ2 which is R1 by Z2 will be lagging. ഒന്നും സംശയമില്ല. ഇതൊക്കെ നമുക്ക് ഇതിന് മുന്നേ നമ്മൾ സീരീസ് വെച്ച് പഠിച്ചപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്ത കാര്യങ്ങളാണ്. മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഡയഗ്രാംസ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ വി എന്ന് പറയുന്നതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ്. ഓക്കെ, അത് കാരണം എന്താ ഉണ്ടാവുക? φ1 എന്ന് പറയുന്ന ഒരു ഫേസില്, ഹലോ സോ സോറി ഫോർ ദാറ്റ്. അപ്പൊ നമുക്ക് വി എന്നൊരു വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ cos φ1 എന്ന് പറയുന്നത് ഒരു ലീഡിങ് ആയിട്ടുള്ള ഫേസ് ആണ്. അപ്പോൾ I1 എന്ന് പറയുന്നത് ആക്ച്വലി ലീഡിങ് ആയിരിക്കും, I2 എന്ന് പറയുന്നത് ലാഗിങ്ങും ആയിരിക്കും. ഓക്കെ, ഇവിടെ ചെറിയൊരു എഴുതിയതിനകത്തുള്ള വ്യത്യാസമാണ്. I1 ഓക്കെ, ബ്രാഞ്ച് 1 സോറി, ഇത് ലാഗിങ് ആണ് കേട്ടോ. ഇത് എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ഇത് ഇൻഡക്ടർ അല്ലേ? ഇൻഡക്ടർ ആകുമ്പോൾ ഇവിടെ ലാഗിങ് ആയിരിക്കും. സോറി ഫോർ ദാറ്റ്. ഇൻഡക്ടർ ആകുമ്പോൾ ലാഗിങ് ആയിരിക്കും, കപ്പാസിറ്റർ ആകുമ്പം ലീഡിങ് ആയിരിക്കും. ഇൻഡക്ടർ ആകുമ്പോൾ ലാഗിങ് ആയിരിക്കും, കപ്പാസിറ്റർ ആകുമ്പോൾ ലീഡിങ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കാണാം വി എന്നൊരു വോൾട്ടേജ് നമുക്ക് ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ I1 എന്ന കറണ്ടാണിത്. അതായത് I1 എന്ന കറണ്ട്, ആ കറണ്ട് ഏതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നതാണ്? ഇൻഡക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്നതാണ്. അപ്പം ആ കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ φ1 എന്ന് പറയുന്ന ഫേസ് ലാഗിങ് ആണ്. അപ്പൊ നോക്കിയേ, I1 വിന്റെ താഴെയല്ലേ, I1 ലാഗിങ് ആണ്. ഇനി എനിക്ക് I2 എന്ന കറണ്ട് ഉണ്ട്. അത് ഏത് കൂടെ പോകുന്ന കറണ്ട്? കപ്പാസിറ്റർ കൂടെ പോകുന്ന കറണ്ടാണ്. അതിന്റെ ഫേസ് ആംഗിൾ എത്രയെന്ന് കണ്ടുപിടിച്ചു? φ2 ആണ്. വേർ cos φ2 is R1 by Z2. ആ കറണ്ട് ലീഡിങ് ആയിരിക്കും. അപ്പൊ I2 എന്ന് പറയുന്ന കറണ്ട് വോൾട്ടേജിനെ കമ്പയർ ചെയ്യുമ്പോൾ ലീഡിങ് ആണ്. അപ്പൊ നോക്കിയേ, φ2 ഞാൻ മുകളിലേക്ക് വരച്ചു, അവിടെയാണ് എനിക്ക് I2 ഉള്ളത്. ഈ I1ഉം I2ഉം ഒരിക്കലും സെയിം ആവണം നിർബന്ധമില്ല. I1ഉം I2ഉം സെയിം ആവുന്നത് എപ്പോഴാണ്? Z1ഉം Z2ഉം സെയിം ആവുമ്പോൾ. Z1ഉം Z2ഉം സെയിം ആവുന്ന എപ്പോഴാ? XLും XCയും സെയിം ആവുമ്പോൾ മാത്രം. അല്ലാത്തപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് XL കൂടുതലാണ് എന്നുണ്ടെങ്കിൽ I2 ആയിരിക്കും കൂടുതൽ. ഓക്കെ, XC ആണ് കൂടുതൽ എന്ന് ഉണ്ടെങ്കിൽ I1 ആയിരിക്കും കൂടുതൽ. കാരണം ഏത് ബ്രാഞ്ചിലാണോ കൂടുതൽ ഇമ്പിഡൻസ് ഉള്ളത് അതിൽ കൂടെ കുറവ് കറണ്ടേ പോകുള്ളൂ. അപ്പൊ XCയുടെ വാല്യൂ കൂടി കഴിഞ്ഞാൽ I2 കുറവായിരിക്കും I1നേക്കാളും. അതേപോലെ XL ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ I1 കുറവായിരിക്കും I2നേക്കാളും. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. ഈ എല്ലിന്റെയും സിന്റെയും വാല്യൂ മാറുന്നതിനനുസരിച്ച് I1ഓ I2ഓ ഏതെങ്കിലും ഒരെണ്ണം കൂടുതലായിട്ട് എന്ന രീതിയിൽ വരാം. അപ്പൊ നമുക്ക് റിസൾട്ടന്റ് ആയിട്ടുള്ള കറണ്ട് കാണണം, ടോട്ടൽ കറണ്ട് കാണണം. അപ്പൊ ടോട്ടൽ കറണ്ട് കാണാൻ എന്താ ചെയ്യണം? ഈ രണ്ട് വെക്ടറുകൾ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ പാരലലോഗ്രാം ലോ അപ്ലൈ ചെയ്യണം. I2വിൽ നിന്നും നമ്മളൊരു ഡോട്ടഡ് ലൈൻ വരച്ചിരിക്കുന്നുണ്ടല്ലേ, ആ ഡോട്ടഡ് ലൈൻ I1ന് പാരലൽ ആയിട്ട് വേണം. I1 എന്ന വെക്ടറിൽ നിന്നും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഡോട്ടഡ് ലൈൻ വരച്ചു, അത് I2ന് പാരലൽ ആയിരിക്കണം. ഇത് രണ്ടും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അതാണ് എൻ്റെ റിസൾട്ടന്റ് കറണ്ട് I. അപ്പൊ ഈ I എന്ന് പറയുന്നതാണ് എൻ്റെ ടോട്ടൽ കറണ്ട്.
ഐ എന്ന് പറയുന്നതാണ് എൻ്റെ ടോട്ടൽ കറണ്ട്. ഇവിടെ φ1ന്റെ വാല്യൂ φ2നേക്കാളും കൂടുതലായതുകൊണ്ട് നമ്മുടെ കറണ്ട് ടോട്ടൽ കറണ്ട് ലാഗിങ് ആയിട്ട് കിട്ടി. I1ന്റെ അതായത് φ1 എന്ന് പറയുന്ന ഫേസ് φ2 എന്ന് പറയുന്ന ഫേസിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് എനിക്ക് ലാഗിങ് ആയിട്ട് കിട്ടി. ഇനിയിപ്പോ തിരിച്ച് φ2ന്റെ വാല്യൂ φ1നേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ടന്റ് വിന്റെ മുകളിൽ വരും. റിസൾട്ടന്റ് വിന്റെ മുകളിൽ വരും. അപ്പൊ വിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങളുടെ കറണ്ട് വോൾട്ടേജിനേക്കാളും ലീഡ് ചെയ്യുക ചെയ്യുന്നത്. So this completely depends upon the value of your L and C. അഥവാ it depends upon the value of your XL and your XC. ഇപ്പൊ എക്സലിന്റെ വാല്യൂ എക്സിനേക്കാളും കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ കറണ്ട് വോൾട്ടേജിൽ നിന്നും ലാഗ് ചെയ്യും. അതിന് പകരം എക്സിയുടെ വാല്യൂ എക്സലിനേക്കാളും കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ കറണ്ട് വോൾട്ടേജിൽ നിന്നും ലീഡ് ചെയ്യും. സിംപ്ലി ആലോചിച്ചാൽ മതി. എക്സൽ കൂടിക്കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് ലാഗ് ചെയ്യും, എക്സി കൂടിക്കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് ലീഡ് ചെയ്യും. ക്ലിയർ അല്ലേ? സോ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു അനാലിസിസ് കാണാം. എന്താണ് I1, എന്താണ് I2 എന്നുള്ളത്. സോ ദ റിസൾട്ടന്റ് സർക്യൂട്ട് കറണ്ട് I ഈസ് ദ വെക്ടർ സം ഓഫ് ദ ബ്രാഞ്ച് കറന്റ്സ് I1 and I2 and can be found by resolving I2 into their X and Y components. That is, their active and reactive components. അപ്പോൾ I1 എന്ന് പറയുന്ന ഒരു കറണ്ട് ഇവിടെ ഉണ്ട് എനിക്ക്, I2 എന്ന് പറയുന്ന ഒരു കറണ്ട് എനിക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ I1 നമ്മളുടെ റെഫറൻസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ φ1 ആണ്. I2 റെഫറൻസിനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ φ2 ആണ്. അപ്പൊ ഇതിനെ രണ്ടാക്കി I2നെ രണ്ട് കോമ്പണൻസ് ആക്കി. നമുക്കറിയാലോ ആക്റ്റീവ് കോമ്പണന്റ് ആൻഡ് റിയാക്റ്റീവ് കോമ്പണന്റ് എന്ന് പറഞ്ഞ് പഠിച്ചു നമ്മൾ. ഒരു കോമ്പണന്റ് എന്തായിരിക്കും? I2 കോസ് φ ആയിരിക്കും, ഒരു കോമ്പണന്റ് I സൈൻ φ ആയിരിക്കും. അപ്പൊ I2നെ രണ്ട് കോമ്പണന്റ് ആക്കി മാറ്റി, അതിന്റെ ആംഗിൾ φ2 ആണ്. അപ്പൊ I2ന് എക്സ് ആക്സിസിലുള്ള കോമ്പണന്റ് I2 കോസ് φ2 ആയിരിക്കും, I2ന്റെ വൈ ആക്സിസിലുള്ള കോമ്പണന്റ് I2 സൈൻ φ2 ആയിരിക്കും. അതുപോലെ I1ന്റെ ഫേസ് ആംഗിൾ φ1 ആണ്. അപ്പൊ അതിന് രണ്ട് കോമ്പണൻസ് ഉണ്ടാവും. ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഒരു കോമ്പണന്റ് എന്ന് പറയുന്നത് I1 കോസ് φ1 ആയിരിക്കും, എക്സ് ആക്സിസിലുള്ളത്. വൈ ആക്സിസിലുള്ളത് I1 സൈൻ φ1 എന്ന് പറയുന്ന കോമ്പണന്റ് ആയിരിക്കും. രണ്ട് കോമ്പണൻസ്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ കറണ്ടിന്റെ റിസൾട്ടന്റ് കോമ്പണന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ടോട്ടൽ കറണ്ടിന്റെ. അപ്പൊ നമ്മുടെ ആക്റ്റീവ് കോമ്പണൻസ് ആണ് I1 കോസ് φ1ഉം I2 കോസ് φ2. അപ്പോൾ I1ന്റെയും I2ന്റെയും ആക്റ്റീവ് കോമ്പണൻസിന്റെ സം എന്ന് പറഞ്ഞാൽ I1 കോസ് φ1 പ്ലസ് I2 കോസ് φ2. രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. പക്ഷെ റിയാക്റ്റീവ് കോമ്പണൻസ് എന്താ? രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് അല്ലെ? I2 സൈൻ φ2 മുകളിലേക്കാണ്, I1 സൈൻ φ1 താഴേക്കാണ്. അപ്പൊ റിയാക്റ്റീവ് കോമ്പണൻസിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. I2 സൈൻ φ2 മൈനസ് I1 സൈൻ φ1 ആയിരിക്കും. അപ്പൊ അത് മാത്രം ശ്രദ്ധിക്കുക. ആക്റ്റീവ് കോമ്പണൻസ് ആഡപ്പ് ചെയ്യും, റിയാക്റ്റീവ് കോമ്പണൻസ് സബ്ട്രാക്ട് ചെയ്യപ്പെടും. കാരണം അത് ഓപ്പോസിറ്റ് ഉണ്ടാവുക. അപ്പോൾ റിസൾട്ടന്റ് കറണ്ടിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ആക്റ്റീവ് കോമ്പണൻസും റിയാക്റ്റീവ് കോമ്പണൻസും ഈക്വൽ ആയിരിക്കണം. ഈ ആക്റ്റീവ് കോമ്പണൻസും ഈ റിയാക്റ്റീവ് കോമ്പണൻസും ഈക്വൽ ആയിരിക്കണം. സോ ടു ദ എക്സ് ആൻഡ് വൈ കോമ്പണൻസ് ടോട്ടൽ കറണ്ടിന്റെ ആക്റ്റീവ് കോമ്പണന്റ് എന്ന് പറയുന്നത് I കോസ് φ ആണ്. അതെന്താന്ന് നമുക്ക് എഴുതാം. ഈ രണ്ട് ആക്റ്റീവ് കോമ്പണൻസിന്റെ സം ആയിരിക്കും. അതായത് I1 കോസ് φ1 പ്ലസ് I2 കോസ് φ2. അതേപോലെ ടോട്ടൽ കറണ്ടിന്റെ റിയാക്റ്റീവ് കോമ്പണന്റ് എന്ന് പറയുന്നത് I സൈൻ φ ആണ്. അതെന്തായിരിക്കും? ഈ രണ്ട് റിയാക്റ്റീവ് കോമ്പണന്റിന്റെ സം, അതായത് I2 സൈൻ φ2 മൈനസ് I1 സൈൻ φ1. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ കറണ്ടിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാ? ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് I സ്ക്വയർ കോസ് സ്ക്വയർ φ പ്ലസ് I സ്ക്വയർ സൈൻ സ്ക്വയർ φ. ഈ രണ്ട് ആക്റ്റീവ് കോമ്പണന്റ് റിയാക്റ്റീവ് കോമ്പണന്റിന്റെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, റൂട്ട് എടുക്കുക. അപ്പോ എങ്ങനെയാ? I കോസ് φ എന്ന് പറഞ്ഞാൽ I1 കോസ് φ1 പ്ലസ് I2 കോസ് φ2 ആണ്. അതിന്റെ സ്ക്വയർ പ്ലസ് റിയാക്റ്റീവ് കോമ്പണന്റ് എന്താ? I2 സൈൻ φ2 മൈനസ് I1 സൈൻ φ1, അതിന്റെ സ്ക്വയർ, അതിന്റെ റൂട്ട്. അപ്പൊ ഇതായിരിക്കും നിങ്ങളുടെ ടോട്ടൽ കറണ്ടിന്റെ എക്സ്പ്രഷൻ. So this is the expression for the total current in the case of a parallel AC circuit.
പാരലൽ എ സി സർക്യൂട്ടിന് വോൾട്ടേജിന് എക്സ്പ്രഷൻ കാണണ്ട, കാരണം വോൾട്ടേജ് എല്ലാത്തിനും അക്രോസും എല്ലാ ബ്രാഞ്ചിലും വോൾട്ടേജ് സെയിം ആണ്. കറണ്ട് ആണ് വ്യത്യാസം. I1 എന്ന് പറയുന്ന കറണ്ട് ആദ്യത്തെ ബ്രാഞ്ചിൽ കൂടെ പോയി, I2 എന്ന് പറയുന്ന കറണ്ട് രണ്ടാമത്തെ ബ്രാഞ്ചിൽ കൂടെ പോയി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്താ? I1 cos ∅1 plus I2 cos ∅2 the whole square plus I2 sin ∅2 minus I1 sin ∅1 the whole square. I1 cos ∅1 എന്ന് പറയുന്നത് ഫസ്റ്റ് കറണ്ടിന്റെ ആക്റ്റീവ് കോമ്പണന്റ്, I2 cos ∅2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കറണ്ടിന്റെ ആക്റ്റീവ് കോമ്പണന്റ്. സിമിലർലി I2 sin ∅2 എന്ന് പറയുന്നത് ഫസ്റ്റ് കറണ്ടിന്റെ റിയാക്റ്റീവ് കോമ്പണന്റ്, I1 sin ∅1 എന്ന് പറയുന്നത് രണ്ടാമത്തെ കറണ്ടിന്റെ റിയാക്റ്റീവ് കോമ്പണന്റ്. So similarly you can find the tan phi and cos phi also. Tan phi എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക? റിയാക്റ്റീവ് കോമ്പണന്റ് ഡിവൈഡഡ് ബൈ ആക്റ്റീവ് കോമ്പണന്റ്. റിയാക്റ്റീവ് കോമ്പണന്റ് എന്താണ്? I2 sin ∅2 minus I1 sin ∅1. എന്താണ് ആക്റ്റീവ് കോമ്പണന്റ്? I1 cos ∅1 plus I2 cos ∅2. ക്ലിയർ ആണല്ലോ? cos phi എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? cos phi, it is the active component divided by the total hypotenuse. Hypotenuse is your I, അല്ലേ? അപ്പൊ I1 cos ∅1 plus I2 cos ∅2 divided by I, that will be your cos phi. അപ്പൊ നിങ്ങൾക്ക് പവർ ഫാക്ടർ പാരലൽ എ സി സർക്യൂട്ടിൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ I1 cos ∅1 plus I2 cos ∅2 divided by I എന്നുള്ള കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് cos phi കാണാം. അപ്പൊ നിങ്ങൾക്ക് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ എക്സ്പ്രഷനിന്റെ കോസ് ഇൻവേഴ്സ് കണ്ടാൽ മതി. കോസ് ഇൻവേഴ്സ് ഓഫ് I1 cos ∅1 plus I2 cos ∅2 by 5 കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കൊടുത്ത വോൾട്ടേജിന്റെയും റിസൾട്ടന്റ് കറണ്ടും തമ്മിലുള്ള ഫേസ് കണ്ടുപിടിക്കാം. So this is the thing about parallel AC circuit. ഓക്കെ, അപ്പം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നിങ്ങൾ നേരത്തെ വിടണം. 12:30, 12:15, 12:30 ആകുമ്പോൾ വിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പ്രോബ്ലംസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ ഈ PPT-ക്കകത്ത് 2 പ്രോബ്ലം കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ 2 പ്രോബ്ലംസും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാമിനേഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ പിങ് ചെയ്യാം. ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം. So all the best for the examinations.